എത്ര ബ്രഷ് ചെയ്തിട്ടും വായ്നാറ്റം മാറുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് മൗത്ത് വാഷസ് ഒക്കെ യൂസ് ചെയ്യുന്നു. എന്നിട്ടും ഈ ഒരു വായ്നാറ്റത്തിന് ഒരു മാറ്റവും. ഒരുപാട് പേഷ്യൻസ് പറയുന്നൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പല്ലിന് വരുന്ന ബുദ്ധിമുട്ട് കൊണ്ടല്ല വായ്നാറ്റം വരുന്നത്. പല്ലിന് വരുന്ന ബുദ്ധിമുട്ടും ഒരു കാരണമാണ്, അതല്ലാതെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായ്നാറ്റം എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ചില പ്രധാനപ്പെട്ട പരിഹാര മാർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പം വായ്നാറ്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാരണം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ പല്ലിന് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മോണരോഗങ്ങളാണ്. ഇപ്പോൾ പല്ലിനകത്ത് ഒരുപാട് ഈ തുളകൾ അല്ലെങ്കിൽ പല്ല് നന്നായിട്ട് കേടായിട്ട് കിടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള വ്യക്തികളിലൊക്കെ വായ്നാറ്റം വരാം. ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺസ് ഈ പല്ലിലുള്ള കേടുകളിലും അല്ലെങ്കിൽ ഈ തുളകളിലൊക്കെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പാർട്ടിക്കിൾസ് വന്ന് കിടക്കും. ഇങ്ങനെ പാർട്ടിക്കിൾസ് വന്ന് കിടന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾസുമായിട്ട് ഒരുപാട് മൈക്രോ ഓർഗാനിസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പാർട്ടിക്കിൾസുമായിട്ട് അവ എന്ത് ചെയ്യും, പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഗ്യാസ് ഇങ്ങനെ റിലീസാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വായ്നാറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ നടക്കാതിരുന്നാൽ, നിങ്ങളുടെ ദഹനം വളരെ സ്ലോ ആണ്, എപ്പോഴും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഗ്യാസിൻ്റെ പ്രശ്നം വരുന്നു, പുളിച്ച് തേട്ടി വരുന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും വയറിങ്ങനെ വീർത്ത് കിടക്കുന്നു, ഇതൊക്കെ എന്താണ്, ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂസാണ് കാണിക്കുന്നത്. ഒരു ദഹന സംബന്ധമായിട്ട്, അതായത് പ്രോപ്പറായിട്ടുള്ളൊരു ദഹനം നടക്കാത്തതിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വായ്നാറ്റം വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ചില ആളുകളിൽ നാവിൽ ഒരു വൈറ്റ് നിറത്തിലുള്ളൊരു പൂപ്പൽ പോലെ അല്ലെങ്കിൽ ഒരു വൈറ്റ് കോട്ടിങ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചില ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്, നിങ്ങൾ നാവ് വടിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ നാവ് വടിക്കുന്നത് നോർമലി നമ്മുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു നേരമൊക്കെ നാവ് വടിക്കാം. അതായത് നാവിനകത്താണെങ്കിലും നമുക്കറിയാം ചെറിയ ചെറിയ പോർസുകളുണ്ട്. ഈ പോർസിൻ്റെ അകത്തൊക്കെ ഈ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം ഈ ബാക്ടീരിയകൾ നമ്മുടെ പോർസിനകത്ത് കിടക്കുകയും അവരുടെ ഓരോരോ വർക്കും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗ്യാസ് റിലീസ് ചെയ്യും. ഡൈജഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്താണ്. ഒരു ദഹനം തുടങ്ങുന്നത് നമ്മുടെ വായിൽ വെച്ചിട്ടാണ്. അപ്പം അതിൻ്റെ ഒരുപാട് ബൈ പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊന്നാണ് ഈ ഒരു ബാക്ടീരിയാസ് റിലീസ് ചെയ്യുന്നത്, ഗ്യാസസ് റിലീസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സ്മെല്ല് നമുക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എടുത്ത് നോക്കുന്ന സമയത്ത് വരുന്നത് നമുക്ക് സൈനസൈറ്റിസ്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കഫത്തിൻ്റെ തകരാറ്, തൊണ്ടയിൽ എപ്പോഴും കഫം വന്ന് കെട്ടിക്കിടക്കുക. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒരു സൗണ്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് പുറത്ത് തള്ളാറുണ്ട്. അപ്പം അങ്ങനെ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ സൈനസൈറ്റിക് കംപ്ലയിൻറ്റ്സ്, അല്ലെങ്കിൽ സൈനസിന് വരുന്ന ഇൻഫെക്ഷൻ കാരണം ഇങ്ങനെയുള്ള കഫക്കെട്ട് വരുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വായ്നാറ്റം വരുന്നവരുണ്ട്. ഹാലിറ്റോസിസ് എന്നാണ് നമ്മൾ മെഡിക്കൽ ടേമിൽ വായ്നാറ്റത്തിന് പറയുന്നത്. അപ്പം ഇങ്ങനെ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ സൈനസിനകത്ത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെറിയ ചെറിയ വായു അറകളാണ്. ഇതിൻ്റെ അകത്ത് കഫം കെട്ടിക്കിടന്നാൽ ഈ കഫം ഡ്രെയിനായിട്ട് എവിടെ എത്തും, നമ്മുടെ തൊണ്ടയിലോട്ടാണ് വരുന്നത്. തൊണ്ടയിലോട്ട് ഈ കഫം വന്നു കഴിഞ്ഞാൽ നമ്മൾ എയറുമായിട്ട്, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയർ ഉണ്ട്, നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് എയറും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എയറും ഈ കഫമായിട്ട് യോജിക്കുന്ന സമയത്താണ് ഈ ഒരു ബാഡ് ബ്രെത്ത് അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് പുറത്തോട്ട് വിടുന്നത്. അതുകൊണ്ടാണ് സൈനസൈറ്റിസ് അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് വരിക, കഫക്കെട്ടുള്ള വ്യക്തികളിലൊക്കെ ഈ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുന്നത്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്താ, സൈനസൈറ്റിസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ബാഡ് ബ്രത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മൗത്ത് വാഷോ 2 നേരം ബ്രഷ് ചെയ്താലൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അടുത്തൊരു പ്രധാനപ്പെട്ട കാരണം നോക്കുന്ന സമയത്ത് മെഡിക്കേഷൻസ് ആണ്. നിങ്ങൾ കുറേ കാലമായിട്ട് മെഡിസിൻസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൊക്കെ എന്താവാം, മാറ്റങ്ങൾ വരാം. ഇപ്പോൾ നമ്മളെ ടേസ്റ്റ് ബഡ്സ്, അതുപോലെ തന്നെ നമ്മളെ ഡൈജഷൻ, മൗത്തിൽ തുടങ്ങുന്ന ഡൈജഷനിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസുകൾ വരാം, സലൈവയിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാഡ് ബ്രെത്ത് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട റീസൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഡീഹൈഡ്രേഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വായൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയി കിടക്കുക, ലിപ്പ് വല്ലാതെ ഡ്രൈ ആയിട്ട് കിടക്കുക, ഇങ്ങനെയുള്ളൊരു സ്റ്റേജസ് ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ജലാംശത്തിൻ്റെ അളവ് കീപ്പ് ചെയ്യാൻ ശരീരത്തിന് പറ്റുന്നില്ലെങ്കിൽ ആദ്യം കാണിക്കുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ഈ ചുണ്ട് ഡ്രൈ ആവുക, വായ ഡ്രൈ ആവുക, സംസാരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പായി പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഡീഹൈഡ്രേഷൻ ഒരു പ്രധാനപ്പെട്ട റീസണാണ് വായ്നാറ്റത്തിനുള്ള. അടുത്തൊരു പ്രധാനപ്പെട്ട റീസൺ നോക്കുന്ന സമയത്ത് ടൊബാക്കോ അല്ലെങ്കിൽ
ആൽക്കഹോളിൻ്റെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. നിങ്ങൾ കൂടുതൽ കാലമായിട്ട് ഇങ്ങനെ പുകവലി ശീലമുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ മദ്യപാനം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ബാഡ് ബ്രെത്ത് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ ദഹന പ്രശ്നങ്ങളെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗട്ട് ഇംപ്രോപ്പർ ആവുക എന്നുള്ളതാണ്. ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസ് നമ്മുടെ ഗട്ടിനകത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വായ്നാറ്റം വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അടുത്ത ഒരു റീസൺ നോക്കുന്നുണ്ടെങ്കിൽ ചില ഫുഡ് ഐറ്റംസ് ആണ്. നമ്മൾ കഴിക്കുന്ന ഈ സൾഫർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡുകളുണ്ട്. ഉള്ളി, ചെറിയുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ കഫിനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്കുകൾ എടുക്കുക, കോഫി, ചായ ഒക്കെ അമിതമായിട്ട് കഴിക്കുക. ഈ ശീലങ്ങളൊക്കെ തന്നെ നമുക്ക് വായ്നാറ്റത്തിന് കാരണമാവുന്നുണ്ട്. അപ്പം ഈ ഒരു അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാത്തത് മാത്രമല്ല ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അത് കരുതിയിട്ട് ബ്രഷ് ചെയ്യാതിരിക്കരുത്. നമ്മളൊരു ദിവസം തന്നെ എന്ത് ചെയ്യണം, 2 നേരം ബ്രഷ് ചെയ്യുക. കാരണം രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ വായ കഴുകി കഴിഞ്ഞാലും വെള്ളം കുടിച്ചു കഴിഞ്ഞാലും സ്റ്റിൽ പാർട്ടിക്കിൾസ് നമ്മുടെ വായൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ വായൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് രാത്രിയാണെങ്കിലും ബ്രഷ് ചെയ്യാം. അപ്പം ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാരണങ്ങൾ. ഇനി ഇതിന് എന്തൊക്കെ പരിഹാര മാർഗ്ഗങ്ങളുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ടെമ്പററി, അതായത് താൽക്കാലികമായിട്ട് നമുക്കൊരു ശമനം കിട്ടാൻ നമുക്ക് യൂസ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഗ്രാമ്പു വായിലിട്ട് ചവച്ച് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഏലക്ക, ഇതൊക്കെ ഇപ്പോൾ വായിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ദോഷം ചെയ്യുന്നില്ല. ഇപ്പം ഗ്രാമ്പു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏലക്ക ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെരിഞ്ജീരകമുണ്ട്, ഇത് 3ഉം തന്നെ നല്ലൊരു ഡൈജഷൻ തരുന്നതാണ്. ഡൈജസ്റ്റീവ് പ്രോബ്ലം കൊണ്ടാണെങ്കിലും അതൊരു പരിധി വരെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് 3ഉം ജസ്റ്റ് വായിലിട്ട് കടിച്ച് തിന്നത് നമുക്ക് കുറച്ച് സമയത്തേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വായ്നാറ്റം കുറച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല്ലിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മോണയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക വേണം. കേടുള്ള പല്ലൊക്കെ ആണെങ്കിൽ അത് അടയ്ക്കുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. പിന്നെ രാത്രി എന്ത് ചെയ്യണം, ബ്രഷ് ചെയ്യണം, രാവിലെയും ബ്രഷ് ചെയ്യണം. ഇപ്പോൾ രാത്രി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുള്ളൊരു ശീലമാണ് എന്ത്, വീണ്ടും എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക. അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ മാറ്റി വയ്ക്കണം. പിന്നെ ഒരുപാട് കാലമായിട്ട് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അത് എന്ത് കണ്ടീഷനാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് ഡയറ്റിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സസൈസിലൂടെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് നോക്കുക. അല്ലാതെ ഒരു മെഡിസിൻസും ഡോക്ടറുടെ നിർദ്ദേശമില്ല അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ഇത് നിങ്ങൾക്കില്ല. നിങ്ങളൊരു ഡോക്ടറുടെ നിർദ്ദേശം എപ്പോഴും എടുക്കണം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സും പ്രീ ഫൈബേഴ്സും നല്ല ഡൈജഷൻ ഉണ്ടാവാൻ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരബലത്തിന് ഒരു വെയിറ്റിനും കാര്യത്തിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ഒരു ദിവസം കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കാം. അത് തന്നെ പ്രോപ്പർ ഡൈജഷൻ തരും. അപ്പോൾ നമ്മുടെ മോഷൻ ക്ലിയർ ആകുകയും ചെയ്യും. വയറിന് വരുന്ന അസ്വസ്ഥതകളൊക്കെ നമുക്ക് കുറച്ചെടുക്കാനും സാധിക്കും. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ചവച്ചരച്ച് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ആ ഒരു ദഹനം ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ നന്നായിട്ട് ചവച്ചരയ്ക്കാം. അല്ലാതെ വീങ്ങിയിടരുത് ഫുഡ്. ഇപ്പോൾ ചവച്ചരച്ച് ഫുഡുകൾ കഴിക്കുക. മദ്യപാനം, പുകവലി പോലുള്ള ആ ഒരു ബാഡ് ഹാബിറ്റ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വെള്ളം കുടിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഒരു മോഷനൊക്കെ ക്ലിയർ ആവാനും വയറിൻ്റെ ഒക്കെ ഒരു ഹെൽത്തിനും കൂടി കൂടിയിട്ട് നമുക്ക് ഈ വെള്ളത്തിനകത്ത് എന്ത് ചെയ്യാം, ചിയാ സീഡ്സ് ഇട്ട് വെച്ചിട്ട് ആ വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കൂടുതലും വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സുകൾ ധാരാളമായിട്ട് കഴിക്കാം. ഇപ്പം ഉള്ളി കഴിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് പച്ചയോടെ കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ കറിയിൽ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഉള്ളി കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കുക്കുംബറും ക്യാരറ്റും അതുപോലെ തന്നെ തക്കാളിയും ഇതൊക്കെ എന്ത് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അങ്ങനെയാകുമ്പം അത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല. പിന്നെ നല്ല പ്രോബയോട്ടിക്സ് ആണ് തൈര്, മോര് എന്നൊക്കെ പറയുന്നത്. അപ്പം അതും നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം എന്താണെങ്കിലും എന്തൊക്കെയാണോ കോസ് അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ വായ്നാറ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കഫക്കെട്ട് വരുന്നുണ്ടെങ്കിൽ കഫക്കെട്ടിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം നിങ്ങൾ. സൈനസൈറ്റിക് പ്രോബ്ലംസ് ആണെങ്കിൽ സൈനസൈറ്റിസിനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തിരിക്കണം. കഫക്കെട്ടൊക്കെ നന്നായിട്ട് വരുന്നവൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമ്പു കഴിക്കുന്നത് വഴി നല്ല ചേഞ്ചസ് വരും. ഗ്രാമ്പു ജസ്റ്റ് പൊടിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് തേൻ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കുന്നത് കഫക്കെട്ട് കുറയ്ക്കാനും ഈ വായ്നാറ്റം പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നന്നായിട്ട് എന്ത് ചെയ്യുക, വായ ഗാർഗിൾ ചെയ്യുക, കവിൾ കൊള്ളുക. ഉപ്പിട്ട വെള്ളത്തിലോ അല്ലെങ്കിൽ വെറുതെ ചൂടുവെള്ളത്തിലൊക്കെ എന്ത് ചെയ്യുക, വായ നന്നായിട്ട് കവിൾ കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം വായ്നാറ്റത്തിന് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും യാതൊരു മാറ്റവും വരാത്ത വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്കാണെന്ന സമയത്ത് ചില സപ്ലിമെൻറ്റ്സ്, അതായത് സപ്ലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ പ്രോബയോട്ടിക് കഴിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉള്ളവരുണ്ട്, തൈര് മോര്. അപ്പോൾ നമുക്ക് അതൊരു ടാബ്ലറ്റ് രൂപത്തിൽ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശം വേണം. എല്ലാ ടാബ്ലറ്റ്സും ചില ആളുകളുണ്ട്
ടാബ്ലറ്റ്സുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സപ്ലിമെൻസുകളാണ്. ഡോക്ടറിൻ്റെ നിർദ്ദേശമൊന്നും ഇല്ലാതെ ആരോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒമേഗ 3 എടുക്കുന്നുണ്ട്, വൈറ്റമിൻ ഡി എടുക്കുന്നുണ്ട്, അങ്ങനെ എടുത്തു പോവാറുണ്ട്. അപ്പം ആ ഒരു ശീലമൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശം എടുക്കുക, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റിലൂടെ തന്നെ മാക്സിമം കൂട്ടിയെടുക്കണം. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.